Hi, welcome to Lash Class. BA second semester AAC for ലിറ്ററേച്ചേഴ്സിലെ റൈറ്റിംഗ് ഇൻ സൈബർ സ്പേസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ സൈബർ ബുള്ളിങ്. സൈബർ ബുള്ളിങ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കുന്നു. സൈബർ ബുള്ളിങ് ഈസ് ഹരാസ്മെന്റ് ഇൻ ഓൺലൈൻ സ്പേസസ് ഇൻക്ലൂഡിംഗ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഓൺലൈൻ സ്പേസുകളിൽ നടക്കുന്ന ഹരാസ്മെന്റിനെയാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇന്റിമിഡേഷൻ, ഹേറ്റ്, ഇംപേഴ്സണേഷൻ, സൈബർ സ്റ്റാക്കിംഗ് എക്സെട്ര. അത് പല രീതിയിലുണ്ട്. ഒരാളെ ഭീഷണിപ്പെടുത്തുന്നത്, ഒരാൾക്കെതിരെ ഇങ്ങനെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്, ഇനി ഒരാളുടെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അയാളെ മോശമായി ചിത്രീകരിക്കുന്നത് തുടങ്ങിയ പല രീതിയിൽ ഈ സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. വാട്ട് ഈസ് ഡിജിറ്റൽ ലിറ്ററസി? ഡിജിറ്റൽ ലിറ്ററസി എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഡിജിറ്റൽ ലിറ്ററസി ഈസ് ദി എബിലിറ്റി ടു യൂസ് ഡിജിറ്റൽ ടെക്നോളജീസ് റെസ്പോൺസിബിളി ആൻഡ് എഫക്റ്റീവ്ലി. എഫക്റ്റീവ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും ഡിജിറ്റൽ ടെക്നോളജീസ്, നേരത്തെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഓൺലൈൻ സ്പേസസ് ഉപയോഗിക്കാനുള്ള ഒരാളുടെ കഴിവിനെയാണ് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓൺലൈൻ എറ്റിക്വേ, വെരിഫൈങ് ഇൻഫോർമേഷൻ ആൻഡ് പ്രാക്ടീസിങ് സേഫ് ഓൺലൈൻ ബിഹേവിയർ. ഇതിലും പല രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഓൺലൈൻ എറ്റിക്വേ, അതായത് നമ്മൾ ഓൺലൈനിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈനിൽ കാണുന്ന വിവരങ്ങളെല്ലാം തന്നെ അങ്ങനെ വിശ്വസിക്കാതെ അതിൽ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വെരിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസി എല്ലാം നമ്മൾ സേഫ് ആയിക്കൊണ്ടുള്ള ബിഹേവിയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിജിറ്റൽ ലിറ്ററസിക്കകത്ത് വരുന്നത്. നെയിം എനി 2 laws ഇൻ ഇന്ത്യ ടു കർബ് സൈബർ മിസ്ബിഹേവിയർ. ഇനി സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള 2 നിയമങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്. 2 laws in India that help curb cyber misbehavior are the Information Technology Act 2000 and the Cyber Security and Data Protection Rules 2011. 2000-ലും 2011-ലും ഇറങ്ങിയിട്ടുള്ള 2 നിയമങ്ങളാണ് ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാനമായിട്ടുള്ള 2 നിയമങ്ങൾ. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ടു റെസിസ്റ്റ് സൈബർ ബുള്ളിങ്. ഇനി സൈബർ ബുള്ളിങ്ങിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് ചോദിക്കുന്നത്. സൈബർ ബുള്ളിങ് ക്യാൻ ബി റെസിസ്റ്റഡ് ത്രൂ അവെയർനെസ്, കോഷൻ ആൻഡ് ടൈംലി ആക്ഷൻ. സൈബർ ബുള്ളിങ് പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് പ്രധാനമായിട്ടുള്ള മാർഗ്ഗങ്ങൾ, ഒന്ന് അവെയർനെസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ലിറ്ററസി, പിന്നെ കോഷൻ, നമ്മൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും, ആൻഡ് ടൈംലി ആക്ഷൻ. ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കുക എന്നീ കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്യാവുന്നത്. Users should protect their personal information and use strong privacy settings on social media platforms. ആദ്യം തന്നെ മറ്റുള്ളവർക്ക് ദുരുപയോഗം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ പ്രൈവസി സെറ്റിംഗ്സ് എല്ലാം സ്ട്രോങ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ് സൈബർ ബുള്ളിങ് റെസിസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ മാർഗ്ഗമായിട്ട് നമ്മൾ പറയുന്നത്. They should avoid responding to abusive messages and instead block or report the offenders. ഇനി നമുക്കെതിരെ ആരെങ്കിലും ഇത്തരത്തിൽ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അവരുമായിട്ട് വഴക്കിടാൻ പോകുന്നതിന് പകരം അവരെ ബ്ലോക്ക് ചെയ്യുകയും അതുപോലെ ഇത് ബന്ധപ്പെട്ട അധികാരികളെ, അതോറിറ്റിയെ അറിയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത്. Victims should not hesitate to seek help from family members, friends, teachers or legal authorities. അതിനകത്ത് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളെ നമ്മൾ വിവരം അറിയിക്കുകയും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള അതോറിറ്റീസിനെ നമ്മൾ വിവരം അറിയിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സൈബർ ബുള്ളിങ് ക്യാൻ കോസ് സീരിയസ് സൈക്കോളജിക്കൽ ഹാം. ഇനി ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് ആളുകൾക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാവുന്നതാണ്. Therefore, both users and online platforms must remain vigilant and responsible in ensuring a safe and respectful digital environment. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവർ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കണം. അതുകൂടാതെ തന്നെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ, ഈ കമ്പനികളെല്ലാം തന്നെയും ആളുകളുടെ സെക്യൂരിറ്റിയും പ്രൈവസിയും ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ഈ സൈബർ ബുള്ളിങ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നിർദ്ദേശിക്കാവുന്നത്. അടുത്ത ചോദ്യം, സൈബർ റൈറ്റിംഗ് ഇൻ ഫോർമൽ ഇൻസ്റ്റൻസസ്. ഇനി നമ്മൾ ഫോർമൽ റൈറ്റിംഗ്, ഇൻഫോർമൽ റൈറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഓൺലൈൻ സ്പേസിനകത്ത് എഴുതുന്ന സമയത്തും ഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് ചില സ്റ്റാൻഡേർഡുകളുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. സൈബർ റൈറ്റിംഗ് ഇൻ ഫോർമൽ ഇൻസ്റ്റൻസസ് റിക്വയർസ് പ്രൊഫഷണലിസം, ക്ലാരിറ്റി ആൻഡ് പ്രോപ്പർ എറ്റിക്വേ. സ്വാഭാവികമായിട്ടും പ്രൊഫഷണലായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഈ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനകത്ത് നടത്തുന്നത്. It is commonly used in business emails, academic discussions, government websites, webinars and professional online forums.
സാധാരണഗതിക്ക് ഇത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോർമൽ റൈറ്റിംഗ് വേണ്ടി വരുന്നത്. റൈറ്റേഴ്സ് ഷുഡ് യൂസ് പ്രോപ്പർ സല്യൂട്ടേഷൻസ് ആൻഡ് സിഗ്നേച്ചേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഫോർമൽ റൈറ്റിങ്ങിനകത്ത് നമ്മൾ ഒരാളെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ, മിസ് അല്ലെങ്കിൽ സർ, മാഡം എന്നൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദേ ഷുഡ് മെയിൻറ്റെയിൻ എ റെസ്പെക്ട്ഫുൾ ആൻഡ് ഫോർമൽ ടോൺ, അവോയ്ഡ് സ്ലാങ് ആൻഡ് ഇൻഫോർമൽ എക്സ്പ്രഷൻസ്. അതുകൂടാതെ തന്നെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജുകളാണ് ഉപയോഗിക്കാൻ. സ്ലാങ് പോലുള്ള വേർഡ്സും ലാംഗ്വേജൊന്നും ഈ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ ഉപയോഗിക്കാറില്ല. മെസ്സേജ് ഷുഡ് ബി കൺസൈസ്, ക്ലിയർ ആൻഡ് വെൽ സ്ട്രക്ചേർഡ് വിത്ത് കറക്റ്റ് ഗ്രാമർ ആൻഡ് ഫോർമാറ്റിംഗ്. അതുകൂടാതെ തന്നെ കൺസൈസ്, ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും. അതായത് ഒരുപാട് നമ്മളിങ്ങനെ എലാബറേറ്റ് ചെയ്തിരുന്നതിന് പകരം കാര്യങ്ങൾ വ്യക്തമായിട്ടും അതുപോലെ തന്നെ വളരെ ചുരുക്കിയും പറയുക എന്നുള്ളതാണ് ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ രീതി. അതുകൂടെ തന്നെ കറക്റ്റ് ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു വേർഡ്സ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പാരഗ്രാഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ പോയിന്റ് സ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം. പിന്നെ കറക്റ്റ് ഗ്രാമർ ഉപയോഗിക്കണം എന്നീ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഫോളോവിങ് ദീസ് പ്രാക്ടീസസ് എൻഷുർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊമോട്ട്സ് പ്രൊഫഷണലിസം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുകയും നമ്മുടെ റൈറ്റിംഗ് കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്ക് അതിനുണ്ടാവുകയും ചെയ്യുന്നു. ഇറ്റ് ഓൾസോ ഹെൽപ്സ് മെയിൻറ്റെയിൻ റെസ്പെക്ട് ആൻഡ് ക്രെഡിബിലിറ്റി ഇൻ ഫോർമൽ ഓൺലൈൻ ഇൻട്രാക്ഷൻസ്. അപ്പോൾ ഇത് റെസ്പെക്ട്ഫുൾ ആയിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നു. അതുകൂടാതെ ക്രെഡിബിലിറ്റി, ഇത്തരം റൈറ്റിംഗ്സ് കാണുമ്പോൾ തന്നെ ആളുകളെ വിശ്വസിക്കാനുള്ള ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള രീതിയിൽ നമുക്കത് എടുക്കാനും ഇത്തരം റൈറ്റിംഗ്സിലൂടെ സാധിക്കുന്നു. അടുത്തത് ചോദിക്കുന്നത് സൈബർ റൈറ്റിംഗ് ഇൻ ഇൻഫോർമൽ ഇൻസ്റ്റൻസസ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഫോർമൽ റൈറ്റിംഗ് പറഞ്ഞു. ഇൻഫോർമൽ റൈറ്റിംഗ് നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. സൈബർ റൈറ്റിംഗ് ഇൻ ഇൻഫോർമൽ ഇൻസ്റ്റൻസസ് ഈസ് മോർ റിലാക്സ്ഡ്, ഫ്രണ്ട്ലി ആൻഡ് കോൺവെർസേഷണൽ. ഇൻഫോർമൽ റൈറ്റിംഗ്സ് നമുക്കറിയാം നമുക്ക് ഫ്രണ്ട്സുമായിട്ടും നമുക്ക് പരിചയമുള്ള ആളുകളുമായിട്ടുമുള്ള ഒഫീഷ്യൽ അല്ലാത്ത ഉള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഇൻഫോർമൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കോൺവെർസേഷണൽ ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോണാണ് ഉപയോഗിക്കുന്നത്. It is commonly found on social media platforms, personal blogs, online gaming communities, chat rooms and messaging applications. നമുക്കറിയാം സാധാരണഗതിക്ക് നമ്മൾ ഈ ഒരു ഇൻഫോർമൽ റൈറ്റിംഗ് വരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതിൽ നമ്മൾ ആളുകൾക്ക് മെസ്സേജ് അയക്കുന്നത് മാത്രമല്ല നമ്മൾ പലപ്പോഴും പല പോസ്റ്റുകൾക്ക് കമൻറ്റ് ചെയ്യുന്നത്, മറ്റ് ഡിസ്കഷൻസ് നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻഫോർമൽ റൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. In such context, people can use informal language, contractions, abbreviations and slang to make communication more natural and engaging. അപ്പോൾ ഇത്തരം കണ്ടക്സ്റ്റിനകത്ത് നമുക്കൊരു ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ഒരു നാച്ചുറൽ ലാംഗ്വേജ്, സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് സ്ലാങ്, അബ്രിവേഷൻസ്, ഷോർട്ട് ഫോംസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇമോജീസ് മേ ഓൾസോ ബി യൂസ്ഡ് അപ്രോപ്രിയേറ്റ്ലി ടു എക്സ്പ്രസ് ഇമോഷൻ ആൻഡ് ആഡ് പേഴ്സണൽ ടച്ച് ടു മെസ്സേജസ്. അതുകൂടാതെ തന്നെ ഫോർമൽ റൈറ്റിങ്ങിനകത്ത് നമുക്ക് ഇമോജീസ് ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ നമുക്ക് ഇമോജി, സ്റ്റിക്കർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഹൗവർ, users should still remain respectful, avoid offensive language and ensure that their comments do not hurt others. പക്ഷെ എങ്ങനെയാണെങ്കിലും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, അവരെ പരിഹസിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന തരത്തിൽ ഇടപെടാതിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗുഡ് സൈബർ എറ്റിക്വേറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈവൻ ഇൻ കാഷ്വൽ ഓൺലൈൻ ഇൻട്രാക്ഷൻസ്. അപ്പോൾ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആണെങ്കിൽ കൂടിയും അവിടെ ഈ ഒരു റെസ്പെക്ട്, അതുപോലെ തന്നെ ഡിഗ്നിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ റൂൾസ് ടു ഫോളോ ടു മെയിൻറ്റെയിൻ സൈബർ എറ്റിക്വേറ്റ്. നമ്മൾ സൈബർ എറ്റിക്വേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള റൂൾസ് എന്തൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ഒരു സൈബർ സ്പേസിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. സൈബർ എറ്റിക്വേറ്റ് refers to the principles that guide responsible and respectful behavior in online spaces. അപ്പോൾ നമ്മൾ ഓൺലൈൻ സ്പേസിനകത്ത് നമ്മൾ ഇടപെടുന്ന സമയത്ത് അവിടെ റെസ്പോൺസിബിളും റെസ്പെക്ട്ഫുള്ളും ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ സൈബർ എറ്റിക്വേറ്റ് എന്ന് പറയുന്നത്. സൈബർ സ്പേസ് ഹാസ് ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മോഡേൺ ലൈഫ്. നമുക്കറിയുന്നത്തെ കാലത്ത് സൈബർ സ്പേസ് എന്ന് പറയുന്നത് ആളുകളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന അത്രയും തന്നെ നമ്മൾ ഇങ്ങനെ മെസ്സേജ് ആയിട്ടും മറ്റ് രീതിയിൽ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. Therefore, following proper cyber etiquette is essential for maintaining healthy digital interactions. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈബർ എറ്റിക്വേറ്റ് കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുക എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. The first rule of cyber etiquette is to be respectful and dignified in communication.
അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓൺലൈനായിട്ടാണെങ്കിലും അല്ലാതെയും മറ്റുള്ളൊരു വ്യക്തികളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും ഇവിടെയും വരുന്നുള്ളൂ. അത് നമ്മൾ ഇങ്ങനെ ഓൺലൈൻ സ്പേസിനകത്ത് ചെയ്യുമ്പോൾ എന്നുള്ളത് എടുത്തു പറയുന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നമുക്കറിയാം മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, പരസ്പര ബഹുമാനത്തോടു കൂടി വേണം സംസാരിക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. യൂസേഴ്സ് ഷുഡ് അവോയ്ഡ് അഗ്രസീവ് ലാംഗ്വേജ്, പേഴ്സണൽ അറ്റാക്സ് ആൻഡ് ട്രോളിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള ആളുകളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ തന്നെ ആളുകൾ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദ ഷുഡ് ബി സെൻസിറ്റീവ് ടു ദ ഫീലിംഗ്സ് ഓഫ് അതേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് പൊളൈറ്റ്ലി. മറ്റുള്ളവരുടെ ഫീലിംഗ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതായത് നമ്മൾ മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യുകയോ അല്ലെങ്കിൽ റേസിസ്റ്റ് ആയിട്ടുള്ള റിമാർക്ക് നടത്തുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ റെസ്പെക്ട്ഫുൾ ആയിട്ട് മാന്യമായിട്ട് ഇടപെടണം എന്ന് തന്നെയാണ് പറയുന്നത്. റെസ്പെക്ടിങ് പ്രൈവസി ഈസ് അനദർ ഇമ്പോർട്ടൻ്റ് റൂൾ. ഇതുകൂടാതെ പ്രൈവസി റെസ്പെക്ട് ചെയ്യുക, അതായത് നമ്മുടെയും മറ്റുള്ളവരുടെയും സ്വകാര്യതയെ നമ്മൾ മാനിക്കുക എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ ഇൻഫോർമേഷൻ, ഫോട്ടോഗ്രാഫ്സ് ഓർ കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് ഷുഡ് നെവർ ബി ഷെയർഡ് വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദി കൺസേൺഡ് പേഴ്സൺ ബിക്കോസ് സച്ച് ഇൻഫോർമേഷൻ ക്യാൻ ബി മിസ്യൂസ്ഡ്. അതായത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫോട്ടോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടി സമ്മതത്തോടു കൂടി വേണം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതി നമുക്ക് പറയാം. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണഗതിക്ക് നമ്മൾ അവരോട് ചോദിക്കൊന്നും ചെയ്യാറുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടൊന്നുമല്ല ഇത്തരം കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ അറിഞ്ഞുകൊണ്ട് വേണം അത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. കാരണം പിന്നീട് ഇത്തരം കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ ഷെയർ ചെയ്ത കാരണം കൊണ്ടാണ് ഉണ്ടായതെന്ന രീതിയിലേക്ക് നമുക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന് പ്രോപ്പറായിട്ട് തന്നെ വേണമെന്ന് പറയുന്നത്. പ്രോപ്പർ സ്ട്രക്ചറിങ് ഓഫ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ നെസസറി. പിന്നെ നമ്മൾ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്യാം. നമ്മൾ നേരത്തെ ഫോർമൽ റൈറ്റിങ്ങിനകത്ത് പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള ഫോണ്ടുകൾ, അതുപോലെ തന്നെ പാരഗ്രാഫ് സ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. മെസ്സേജ് ഷുഡ് ബി ക്ലിയർ, ഓർഗനൈസ്ഡ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഉള്ള രീതിയിൽ വേണം പറയാമെന്ന് പറയുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ സാധാരണഗതിക്ക് ഒരു വ്യക്തിയുമായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഓൺലൈൻ കമ്മ്യൂണിക്കേഷനകത്തുകൂടി ബാധകമാണ്. അപ്പോൾ അതൊക്കെ തന്നെ എന്നോട് പറയുന്നത്. ഡ്യൂറിങ് ഡിസ്കഷൻസ് റിപ്ലൈ ഷുഡ് റിമൈൻ റെലവൻറ്റ് ടു ദ ടോപ്പിക് ആൻഡ് കോൺട്രിബ്യൂട്ട് മീനിങ് ഫുള്ളി ടു ദി കോൺവെർസേഷൻ. ഇനി ഒരു ഡിബേറ്റ് ഡിസ്കഷനൊക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. റേസിസ്റ്റ് റിമാർക്സ്, ബോഡി ഷെയ്മിങ് ആൻഡ് കമൻസ് ടാർഗറ്റിംഗ് മൈനോറിറ്റീസ് ഷുഡ് ബി സ്ട്രിക്ട്ലി അവോയ്ഡഡ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബോഡി ഷെയ്മിങ്, റേസിസ്റ്റ് ആയിട്ടുള്ള റിമാർക്സ്, ജെൻഡേർഡ് ആയിട്ടുള്ള റിമാർക്സ് തുടങ്ങിയ രീതിയിൽ മറ്റുള്ളവരെ അങ്ങനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. Another important responsibility is to prevent the spread of misinformation. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മിസ്ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരാൻ പാടില്ല. ബിഫോർ ഷെയറിംഗ് എനി ന്യൂസ്, ഇമേജ് ഓർ മെസ്സേജ്, യൂസേഴ്സ് മസ്റ്റ് വെരിഫൈ ഇറ്റ്സ് ഒതൻറ്റിസിറ്റി. ഇനി നമുക്ക് ഒരു ഫേക്ക് ന്യൂസ് ആരെങ്കിലും ഫോർവേഡ് ചെയ്തിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് അത് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതല്ലെങ്കിൽ നമ്മളും ഈ ഒരു മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരും എന്നതിലാണ് പറയുന്നത്. യൂസേഴ്സ് ഷുഡ് ഓൾസോ റിമെയിൻ അവെയർ ഓഫ് ദ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ്. ഇതുകൂടാതെ നമ്മുടെ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സിനെ കുറിച്ച് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഒരു കാര്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയൊക്കെയുള്ള ആർക്കൊക്കെ കാണാൻ വേണ്ടി സാധിക്കും, എത്ര കാലത്തേക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതിനെക്കുറിച്ച് ഓർത്തിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൻഫോർമേഷൻ പോസ്റ്റഡ് ഓൺലൈൻ ക്യാൻ റിമെയിൻ ആക്സസിബിൾ ഫോർ എ ലോങ് ടൈം ആൻഡ് മേ അഫക്ട് വൺസ് റെപ്യൂട്ടേഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്തൊരു കാര്യം കാലങ്ങളോളം അവിടെ തന്നെ ഉണ്ടായിരിക്കും. പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. നമ്മളൊരു 5 കൊല്ലം മുന്നേയൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടൊരു ഫോട്ടോ ഒക്കെ നമ്മൾ ഇപ്പോൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്ത് നമ്മൾ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന സിറ്റുവേഷൻസ് ഒരു പക്ഷേ ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഭാവിയിലേക്ക് കൂടിയുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാത്ത തരത്തിൽ നമ്മളത് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. Therefore, one should think carefully before posting. സോ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്നത് എന്ത് കാര്യം പോസ്റ്റ് ചെയ്യുന്ന സമയത്തും കമൻ്റ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അത് ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഒരു ബേസിക് റൂളായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു അഡോപ്റ്റ് ടു ബിൽഡ് എ സെൻസിറ്റീവ് സൈബർ സ്പേസ്?
അപ്പോൾ ഇത്തരത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സൈബർ സ്പേസ് നിർമ്മിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. സെൻസിറ്റീവ് സൈബർ സ്പേസ് ഈസ് വൺ വേർ ഇൻഡിവിജ്വൽസ് കമ്മ്യൂണിക്കേറ്റ് റെസ്പെക്ട്ഫുള്ളി, പ്രൊട്ടക്ട് വൺ അനദേഴ്സ് ഡിഗ്നിറ്റി ആൻഡ് കോൺട്രിബ്യൂട്ട് എ സേഫ് ഓൺലൈൻ എൻവയോൺമെൻറ്റ്. ഒരു സെൻസിറ്റീവ് സൈബർ സ്പേസ് എന്ന് പറയുന്നത് ആളുകൾക്ക് പരസ്പരം ബഹുമാനത്തോടു കൂടിയും അവരുടെ പ്രൈവസിയും മാന്യതയുമെല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ടും ഒരു ഓൺലൈൻ എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിൽഡിംഗ് എ സെൻസിറ്റീവ് സൈബർ സ്പേസ് റിക്വയർസ് റെസ്പോൺസിബിൾ ബിഹേവിയർ ഫ്രം ബോത്ത് യൂസേഴ്സ് ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഇത്തരം ഒരു ഓൺലൈൻ സ്പേസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ കമ്പനികളുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡെവലപ്പ് സൈബർ ലിറ്ററസി ആൻഡ് അവയർനെസ്. സ്വാഭാവികമായിട്ടും ആദ്യം വേണ്ടത് സൈബർ ലിറ്ററസിയും അവയർനെസ്സുമാണ്. ഇവിടെ നമ്മൾ ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അവബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. Users must understand the impact of their online actions and learn the principles of responsible digital behavior from an early age. അപ്പോൾ ഈ ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്ത് ഉണ്ടാവാവുന്ന കാര്യങ്ങളും അതിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാവുന്നത്. റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ സ്വാഭാവികമായിട്ടും റെസ്പെക്ട് എന്ന് പറയുന്നത്, പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. People should avoid making jokes or comments that insult others on the basis of race, religion, gender, language, caste or appearance. അപ്പോൾ മറ്റുള്ളവരെ അവരുടെ മതത്തിൻ്റെയോ ജാതിയുടെയോ ജെൻഡറിൻ്റെയോ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ രൂപത്തിൻ്റെയോ ഒക്കെ പേരിൽ കളിയാക്കുകയോ തമാശ പറയുകയോ ഒക്കെ ചെയ്യുന്നത് മോശമായിട്ടുള്ള ബിഹേവിയർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റീസ് ഹെൽപ്സ് ക്രിയേറ്റ് ആൻ ഇൻക്ലൂസീവ് ഓൺലൈൻ കമ്മ്യൂണിറ്റി. അത്തരത്തിൽ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസ് ആയിട്ട് ഈ ഒരു ഓൺലൈൻ സ്പേസിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അനദർ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് പ്രിവെൻറ്റിംഗ് ദ സ്പ്രെഡ് ഓഫ് മിസ്ഇൻഫർമേഷൻ. പിന്നെ സൈബർ സ്പേസിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ആണ്. യൂസർ ഷുഡ് വെരിഫൈ ഫാക്ട്സ് ബിഫോർ ഷെയറിംഗ് കണ്ടന്റ് ആൻഡ് അവോയ്ഡ് ഫോർവേഡിംഗ് അൺവെരിഫൈഡ് മെസ്സേജസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അത് മാത്രമല്ല, വേറെ ആരെങ്കിലുമൊക്കെ നമുക്കൊരു ഫേക്ക് ന്യൂസ് അയച്ചു തരികയോ നമ്മൾ കാണുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ എന്നുള്ളൊരു നിലപാട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഫോൾസ് ഇൻഫർമേഷൻ ക്യാൻ മിസ്ലീഡ് പീപ്പിൾ, ക്രിയേറ്റ് പാനിക് ആൻഡ് ഈവൻ ട്രിഗർ സോഷ്യൽ കൺഫ്ലിക്ട്സ്. ഈ ഫോൾസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ്. അത് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്കും അതുപോലെ തന്നെ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെയുള്ള സംഘർഷങ്ങളിലേക്കൊക്കെ വരെ നയിക്കുന്നതിനുള്ള സാധ്യതകൾ അതിനുണ്ട്. ദെൻ കോമ്പാറ്റിംഗ് സൈബർ ബുള്ളിങ് ഈസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിംഗ് എ സെൻസിറ്റീവ് സൈബർ സ്പേസ്. ഇനി സൈബർ സ്പേസിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സൈബർ ബുള്ളിങ് ആണ്. അതായത് ആളുകളെ ഓൺലൈൻ സ്പേസിനകത്ത് ഹരാസ് ചെയ്യുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നിർത്തുക എന്ന് പറയുന്നതും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സൈബർ സ്പേസ് നിർമ്മിക്കുന്നതിന് ആവശ്യമാണ്. Victims should be encouraged to report abuse, while users should support those who experience online harassment. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റിനകത്ത് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇവിടെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യുകയും അത്തരം റിപ്പോർട്ടിൻ്റെ മേൽ കൃത്യമായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ മറ്റുള്ള യൂസേഴ്സ് ഇത്തരം ഈ സൈബർ ബുള്ളിങ്ങിനെ എതിർക്കുകയും അതിന് വ്യക്തിമാവുന്നവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് വലിയ സ്റ്റെപ്പുകളായിട്ട് പറയാവുന്നത്. Social media companies and online platforms also have significant responsibilities. ഇനി യൂസേഴ്സിനെ കൂടാതെ സോഷ്യൽ മീഡിയ കമ്പനികൾക്കും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. They should establish clear guidelines regarding acceptable behavior, strengthen security features, regulate fake profiles, and respond quickly to complaints. അപ്പോൾ സോഷ്യൽ മീഡിയ കമ്പനികളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്കകത്തുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ച്, അവിടെ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്യരുത് എന്നതിനെ കുറിച്ചിട്ട് യൂസേഴ്സിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. ആ ഗൈഡ് ലൈൻസ് തെറ്റിക്കുന്ന ആളുകൾക്കെതിരെ ആക്ഷൻ എടുക്കുക. ഇതുകൂടാതെ തന്നെ പല ഓൺലൈൻ ക്രൈമുകളും ഫേക്ക് പ്രൊഫൈൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നുള്ള കാര്യം കൊണ്ട് ഈ ഫേക്ക് പ്രൊഫൈൽസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ഇതുകൂടാതെ തന്നെ ഏതെങ്കിലും യൂസേഴ്സ് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറയുന്ന സമയത്ത് അത്തരം കംപ്ലൈൻറ്റുകൾക്ക് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനികൾ ചെയ്യേണ്ടത്. ഹാംഫുൾ കണ്ടന്റ്, മിസ്ഇൻഫർമേഷൻ ആൻഡ് അബ്യൂസീവ് മെറ്റീരിയൽ ഷുഡ് ബി മോണിറ്റേർഡ് ആൻഡ് റിമൂവ്ഡ് എഫക്റ്റീവ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു സൈബർ സ്പേസിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്.
അത് തടയാൻ യൂസേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഉള്ളത് പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ കമ്പനികൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം അവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അത് തടയാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവരുടെ ഭാഗത്തുകൂടി ഉണ്ടാവണമെന്ന് നമുക്ക് പറയാവുന്നതാണ്. Patience, empathy and responsible communication are the foundations of a sensitive cyberspace. അപ്പോൾ പൊതുവിൽ ഒരു സെൻസിറ്റീവ് സൈബർ സ്പേസിന്റെ ഫൗണ്ടേഷൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് പേഷ്യൻസ്, എംപതി, അതുപോലെ റെസ്പോൺസിബിലിറ്റി എന്നീ കാര്യങ്ങളാണ്. ത്രൂ കളക്റ്റീവ് എഫേർട്ട് ഫ്രം യൂസേഴ്സ്, ഗവൺമെന്റ്സ് ആൻഡ് ടെക്നോളജി കമ്പനീസ്, എ സേഫർ, മോർ റെസ്പെക്ട്ഫുൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഡിജിറ്റൽ എൻവയോൺമെന്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ഫോർ എവരിവൺ. അപ്പോൾ ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കമ്പനികൾ, ഇനി നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റ് തുടങ്ങിയവരുടെ കൂട്ടായിട്ടുള്ള എഫേർട്ടിലൂടെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സൈബർ സ്പേസ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.